നോമ്പുകാലം പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ബോധ്യത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സത്യത്തിലും നീതിയിലുമുള്ള പങ്കുവയ്ക്കലിൻ്റെയും സമയമാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കേണ്ട കാലമാണ് നോമ്പുകാലം. ആ ഒരു ബോധ്യമാണ് കർത്താവ് പറഞ്ഞ ഇളയപുത്രൻ്റെ ഉപമയിൽ അടങ്ങിയിരിക്കുന്നത്. സ്നേഹനിധിയായ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ഉള്ള ഓർമ്മ അവൻ്റെ ബോധ്യമാണ്. ആ ബോധ്യമാണ് അവനെ മടങ്ങിയവരിലേക്കും രൂപാന്തരത്തിലേക്കും നയിച്ചത്. ഇത് ഇളയപുത്രൻ്റെ തലമുറയാണ്. ബോധം നഷ്ടപ്പെട്ട് പിതാവിൽ നിന്ന് അകന്നു പോകുന്ന തലമുറ, മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾ കാണുവാൻ കണ്ണില്ലാത്ത തലമുറ. യെരമ്യാ 16:13 നമ്മെ ഓർപ്പിക്കുന്നു, അവരൊക്കെയും ആബാലവൃത്തം ദ്രവ്യാഗ്രഹികളാകുന്നു, പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. പണത്തിനു വേണ്ടി എന്തും പ്രവർത്തിപ്പാൻ മടി കാണിക്കാത്ത തലമുറ. ആത്മീയ നേതൃത്വം പോലും ഇളയപുത്രൻ്റെ അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോകുന്നു. പിതാവിനെ വേണ്ടാത്തവൻ എല്ലാം അവസാനിച്ച് ഒന്നുമില്ലാത്തവനായി തീർന്നു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവന് സുബോധം വന്നു. തിരിച്ചറിവും തിരിച്ചുവരവും ഏറ്റുപറച്ചിലും ബോധ്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. കുടുംബ ബന്ധങ്ങളിൽ, ഇടവക ജീവിതത്തിൽ തകരാറുകൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ബോധം വന്ന് നികത്താൻ ശ്രമിച്ചാൽ കർത്താവ് കൂടെയുണ്ട്. സെക്കറിയാവ് 1:3 എങ്കലേക്ക് തിരിവീൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിയും. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. The son turned away from God, now turned back to God. ഈ നോമ്പുകാലം നമുക്കും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജനങ്ങൾക്കും ദൈവത്തെങ്കിലേക്ക് തിരിയുവാനും ദൈവിക സന്തോഷം അനുഭവിക്കുവാനും ഇടയാകട്ടെ. ആമേൻ.